കമൻഡബിൾ, മെറ്റിക്കുലസ്, ഇൻട്രിക്കേറ്റ് ഇങ്ങനെയുള്ള പോസിറ്റീവ് വേർഡ്സിന്റെ യൂസേജ് റിസർച്ച് ആർട്ടിക്കിൾസിൽ ഒരുപാട് കൂടിയിട്ടുണ്ടെന്ന് ലണ്ടനിൽ ആരോ കണ്ടുപിടിച്ചു. കാരണം തപ്പിപ്പോയപ്പോൾ സ്വാഭാവികം ChatGPT. നമ്മുടെ ഈ പണ്ഡിതന്മാരൊക്കെ റിസർച്ച് ആർട്ടിക്കിൾസ് എഴുതാൻ ഒരുപാട് ChatGPT ഉപയോഗിക്കുന്നുണ്ട്. അതിവിടെ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. എന്ത് ബേസിക് അറ്റുകുറ്റ പണിക്കും നമ്മൾ മലയാളികൾ അന്യസംസ്ഥാന തൊഴിലാളികളെ വിളിക്കുന്നത് പോലെയാണ് ഇപ്പോൾ നമ്മൾ ചിലർ എന്തിനും ഏതിനും ChatGPT ഉപയോഗിക്കുന്നത്. 21 MB ചെലവായാൽ 32 MB പണിയെങ്കിലും നമ്മൾ എടുപ്പിക്കും. ചില കോപ്പിറൈറ്റേഴ്സ് ഒക്കെ ശമ്പളമല്ല നോക്കുകൂലിയാണ് മേടിക്കുന്നത്. കാരണം ജോലി മൊത്തം എടുക്കുന്നത് ChatGPT ആണല്ലോ. ഇത്രയും ഡെഡിക്കേറ്റഡ് ആയി വർക്ക് ചെയ്യുന്ന റിസർച്ചേഴ്സും ഇങ്ങനെയൊക്കെയാണെന്ന് അറിയുമ്പോൾ ഒരു മനസ്സുഖം അല്ലേ? പക്ഷെ ചിലപ്പോൾ റിസർച്ചേഴ്സിനെ കൈവിട്ട് പോകാറുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം ഒരു പ്രസ്റ്റീജിയസ് ജേർണലിൽ വന്ന ഒരു ആർട്ടിക്കിളിന്റെ തുടക്കം തന്നെ ഇങ്ങനെയായിരുന്നു: സർട്ടൻലി ഹിയർ ഇസ് എ പോസിബിൾ ഇൻട്രൊഡക്ഷൻ ഫോർ യുവർ ടോപ്പിക്, ലിഥിയം മെറ്റൽ ബാറ്ററീസ് ആർ. എന്ന് വെച്ചാൽ കോപ്പിയടിയുടെ സിൻസിയറിറ്റി കൂടി ആ ഫ്ലോയിൽ കൂട്ടുകാരന്റെ പേരും റോൾ നമ്പറും എഴുതി വെച്ചതുപോലെ. പിന്നെ ഇതുപോലെ പോസിറ്റീവ് പറഞ്ഞ് നമ്മുടെ ഗുഡ് ബുക്സിൽ കയറാൻ നോക്കുന്ന ChatGPTയുടെ മനസ്സ് നമ്മൾ കാണാതിരിക്കരുത്. എന്ത് പട്ടി ഐഡിയ പറഞ്ഞാലും അത് സൂപ്പറാണ്, നീ പൊളിയാണ് എന്ന് പറഞ്ഞ് നമ്മളെ ബൂസ്റ്റ് ചെയ്യുന്ന വാളി ഫ്രണ്ട്സിനെ പോലെയാണ് ChatGPT ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോൾ ഈ റീൽ എങ്ങനെയുണ്ട് എന്ന് ഞാൻ ChatGPT ചോദിച്ചാൽ ChatGPT പറയും മെറ്റിക്കുലസ്. നൻപനാടാ ChatGPT, നൻപൻ.